Today we discuss maximal ideals. Let capital R be a commutative ring. An ideal I not equal to R is said to be a maximal ideal if there is no ideal properly containing I and contained in R. Okay. അതായത് R ഒരു commutative ring ആണ്. Commutative ring means a ring in which multiplication is commutative. And I Rൻ്റെ ഒരു ഐഡിയലാണ്. അങ്ങനെയാണെങ്കിൽ ആ ഐഡിയൽ ഐനെ ആറിൻ്റെ ഒരു മാക്സിമൽ ഐഡിയലാണെന്ന് പറയുന്നുവെങ്കിൽ ഐനെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് മറ്റൊരു പ്രോപ്പറായ ഐഡിയലും റിംഗ് ആറിനകത്ത് എക്സിസ്റ്റ് ചെയ്യരുത്. ഓക്കെ, അങ്ങനെ ഐനെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് മറ്റൊരു പ്രോപ്പറായ ഐഡിയലും റിംഗ് ആറിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഐനെ ഒരു മാക്സിമൽ ഐഡിയൽ ഓഫ് ദ റിംഗ് ആർ എന്ന് പറയും. ഓക്കെ, ആൻഡ് വി ക്യാൻ ഓൾസോ ഡിഫൈൻ എ മാക്സിമൽ ഐഡിയൽ ആസ് a proper ideal A of R is said to be a maximal ideal of R if whenever B is an ideal of R and A subset of B subset of R, then B equal to A or B equal to R. ഓക്കെ, നമുക്ക് ഇങ്ങനെയും ഒരു മാക്സിമൽ ഐഡിയലിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ഒരു റിംഗ് ആറിൻ്റെ ഒരു ഐഡിയലാണ് എ. അങ്ങനെയാണെങ്കിൽ ആ ഐഡിയൽ എയിനെ ഒരു മാക്സിമൽ ഐഡിയലാണെന്ന് പറയണമെങ്കിൽ സപ്പോസ് ദർ എക്സിസ്റ്റ് an ഐഡിയൽ ബി, മറ്റൊരു ഐഡിയൽ ബി എക്സിസ്റ്റ് ചെയ്യാണ് സച്ച് ദാറ്റ് ഈ ഐഡിയൽ എയിനെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് മറ്റൊരു ഐഡിയൽ ബി എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വിച്ച് ഇംപ്ലീസ് എയ്തർ ദാറ്റ് ഐഡിയൽ ബി ഈക്വൽ ടു എ ഓർ ബി ഈക്വൽ ടു ആർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയിന് ഒരു മാക്സിമൽ ഐഡിയലാണെന്ന് പറയും. ഓക്കെ, സോ ഒരു ഐഡിയലിനെ മാക്സിമൽ ഐഡിയലാണെന്ന് പറയുകയാണെങ്കിൽ ആ ഐഡിയലിനെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് മറ്റൊരു പ്രോപ്പറായ ഐഡിയലും ആ റിംഗിൽ എക്സിസ്റ്റ് ചെയ്യരുത്. സപ്പോസ് നമ്മൾ രണ്ടാമത്തെ ഡെഫിനേഷൻ പറയും പോലെ അങ്ങനെ ഒരു ഐഡിയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എയിനെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് മറ്റൊരു ഐഡിയൽ ബി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതർ ബി ഈക്വൽ ടു എ ആയിരിക്കണം ഓർ ബി ഈക്വൽ ടു ആർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ എയിനെ നമ്മളൊരു മാക്സിമൽ ഐഡിയലാണെന്ന് പറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് ഒരു തിയറമാണ് വിച്ച് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിയറം. അപ്പോൾ അതിന് മുന്നേ ആ തിയറത്തിൻ്റെ പ്രൂഫിന് ആവശ്യമായി സം കീ പോയിൻറ്റ്സ് ഉണ്ട്. ആ കീ പോയിൻറ്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് തിയറത്തിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പോയിൻറ്റ്, ഇഫ് ആർ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആൻഡ് എം ഈസ് എൻ ഐഡിയൽ ഓഫ് ആർ, ദെൻ ദ കോഷ്യൻ്റ് റിംഗ് ആർ ബൈ എം ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. ഓക്കെ, അതായത് ആർ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ് ആൻഡ് ക്യാപിറ്റൽ എം ആറിൻ്റെ ഒരു ഐഡിയലാണ്. അങ്ങനെയാണെങ്കിൽ ദ കോഷ്യൻ്റ് റിംഗ് ആർ ബൈ എം എന്ന് പറയുന്നത് എഗെയിൻ ദാറ്റ് ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആയിരിക്കും. Okay, and the second point, let B be a unit of R, that B plus M is the unit element of quotient ring R by M. Okay, അതായത് ആറിൻ്റെ ഒരു യൂണിറ്റ് എലമെൻ്റാണ് ബി എങ്കിൽ കോഷ്യൻ്റ് റിംഗ് ആർ ബൈ എമ്മിൻ്റെ യൂണിറ്റ് എലമെൻ്റ് ആയിരിക്കും ബി പ്ലസ് എം. ആൻഡ് വി നോ ദാറ്റ് the quotient ring R by M equal to set of all A plus M where A belongs to R. And the third point, zero element of the quotient ring R by M equal to 0 plus M and unit element of the quotient ring R by M equal to 1 plus M. And next we discuss some properties of the cosets. Okay, cosets ൻ്റെ some properties ആണ് നെക്സ്റ്റ് കുറച്ച് പോയിൻറ്റ്സിൽ പറയുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി, സപ്പോസ് ആർ ഒരു റിംഗ് ആണ് ആൻഡ് എ ബിലോങ്സ് ടു ആർ. എ എന്ന് പറയുന്നത് ആ റിംഗ് ആറിനകത്തുള്ള ഒരു പോയിൻ്റാണ്, ഒരു എലമെൻ്റാണ്. ആൻഡ് ഐ ആറിൻ്റെ ഒരു ഐഡിയലാണ്. അങ്ങനെയാണെങ്കിൽ ദ പ്രോപ്പർട്ടി സ്റ്റേറ്റ്സ് ദാറ്റ് എ പ്ലസ് ഐ ഈക്വൽ ടു ഐ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബിലോങ്സ് ടു ഐ. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ, ഐഡിയൽ എ. ഐഡിയൽ എ മീൻസ് എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയലാണ്. ഓക്കെ, സോ ദാറ്റ് ക്യാൻ ബി റിപ്രസെൻറ്റഡ് ആസ് സെറ്റ് ഓഫ് ഓൾ എ ആർ വെർ ആർ ബിലോങ്സ് ടു ദ റിംഗ് ആർ. ആൻഡ് നെക്സ്റ്റ് പോയിൻറ്റ്, സപ്പോസ് എ ആൻഡ് ബി ആർ two elements of the ring R and I is an ideal of R, then A plus I equal to B plus I if and only if A minus B belongs to I. And the last one, that is the multiplication of cosets. A plus I into B plus I equal to AB plus I. Okay, അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെയാണ് നമ്മുടെ തീരത്തിന് ആവശ്യമുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ഓക്കെ, സോ ഇനി നമുക്ക് തീരം നോക്കാം. Statement, let R be a commutative ring with a unity, then M is a maximal ideal of R if and only if the quotient ring R by M is a field. Okay, അതായത് R ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്
ആൻഡ് എം ആറിൻ്റെ ഒരു ഐഡിയലാണ്. അങ്ങനെയാണെങ്കിൽ ദിസ് ഐഡിയൽ എം ഈസ് എ മാക്സിമൽ ഐഡിയൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ കോഷ്യന്റ് റിംഗ് ആർ ബൈ എം ഈസ് എ ഫീൽഡ്. ഓക്കെ, അപ്പോൾ എം ഒരു മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന ആ കോഷ്യന്റ് റിംഗ് ഒരു ഫീൽഡാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ആൻഡ് ഇഫ് ദ കോഷ്യന്റ് റിംഗ് ആർ ബൈ എം ഈസ് എ ഫീൽഡ് ആണെങ്കിൽ ആ എം ഒരു മാക്സിമൽ ഐഡിയലാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇത് എല്ലാ റിങ്ങിനും ട്രൂ അല്ല. ദ റിംഗ് മസ്റ്റ് ബി എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. ആ പോയിൻറ്റും കൂടി നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പ്രൂഫ് നോക്കാം. സോ ഫസ്റ്റ് ഐ അസ്യൂം ദാറ്റ് ലെറ്റ് ക്യാപിറ്റൽ എം ബി ദ മാക്സിമൽ ഐഡിയൽ ഓഫ് ആർ. ലെറ്റ് ക്യാപിറ്റൽ എം ബി ദ മാക്സിമൽ ഐഡിയൽ ഓഫ് ആർ. Then we need to prove that the quotient ring R by M is a field. Quotient ring R by M ഒരു ഫീൽഡ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആൻഡ് ടു പ്രൂവ് R by M is a field must be satisfy following conditions. അപ്പോൾ now we have to recall the definition of a field. ഓക്കെ, ഒരു നോൺ എംപ്റ്റി സെറ്റ് ഒരു ഫീൽഡ് ആവാനുള്ള പ്രോപ്പർട്ടീസ്, കണ്ടീഷൻസ് എല്ലാവരും ഒന്ന് റീകോൾ ചെയ്യാം. എന്തൊക്കെ കണ്ടീഷൻസ് ആയിരുന്നു? ദ ഫസ്റ്റ് വൺ, ദാറ്റ് നോൺ എംപ്റ്റി സെറ്റ് മസ്റ്റ് ബി എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ്. അല്ലേ, ആ നോൺ എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആയിരിക്കണം. ആൻഡ് ദ സെക്കൻഡ് വൺ, ദാറ്റ് സെറ്റ് ഹാസ് എ യൂണിറ്റ് എലമെൻറ്റ് നോട്ട് ഈക്വൽ ടു 0. സീറോനോട് ഈക്വൽ അല്ലാത്തൊരു യൂണിറ്റ് എലമെൻറ്റ് വേണം. ആൻഡ് ദ തേർഡ് വൺ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, എവരി നോട്ട് സീറോ എലമെൻറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സെറ്റ് ഈസ് എ യൂണിറ്റ്. ഓക്കെ, അതായത് ഒരു നോൺ എംപ്റ്റി സെറ്റ് ഒരു ഫീൽഡാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഫസ്റ്റ് വി നീഡ് ടു പ്രൂവ് ദാറ്റ് നോൺ എംപ്റ്റി സെറ്റ് ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. ആൻഡ് ദ സെക്കൻഡ് പോയിൻറ്റ്, every non-zero element of that particular set must be unit. Unit means അതിലുള്ള എല്ലാ നോൺ സീറോ എലമെൻറ്റും ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സോ സിൻസ് ആർ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആൻഡ് എം ഈസ് എൻ ഐഡിയൽ ഓഫ് ആർ, ദ കോഷ്യന്റ് റിംഗ് ആർ ബൈ എം ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. അതാണ് നമ്മൾ കീ പോയിൻറ്റ്സിൽ പറഞ്ഞ ആദ്യത്തെ പോയിൻറ്റ് അല്ലേ. ആർ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്, എം ഒരു ഐഡിയലാണ്. അങ്ങനെയാണെങ്കിൽ എക്ക് ദ കോഷ്യന്റ് റിംഗ് ആർ ബൈ എം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആയിരുന്നു. അതാണ് നമ്മൾ കീ പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ പോയിൻറ്റ്. സോ നമുക്കിപ്പോൾ ആർ ബൈ എം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണെന്ന് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ ആർ ബൈ എമ്മിലെ ഏതൊരു നോട്ട് സീറോ എലമെൻറ്റ് എടുത്താലും ആ നോട്ട് സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ലെറ്റ് ബി ബി യൂണിറ്റ് ഓഫ് ആർ ആൻഡ് ദെൻ ബി പ്ലസ് എം ഈസ് ദ യൂണിറ്റ് എലമെൻറ്റ് ഓഫ് ആർ ബൈ എം. ഇത് നമ്മൾ കീ പോയിൻറ്റ്സ് പറഞ്ഞതാണ് അല്ലേ. ആൻഡ് ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ എടുക്കുന്നത് ബി ആൻഡ് ഐ ചൂസ് എ ബി ബിലോങ്സ് ടു ആർ. ഓക്കെ, ഈ ആറിൽ നിന്ന് ഞാനൊരു ബി ചൂസ് ചെയ്യാണ് സച്ച് ദാറ്റ് ബി ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. കാരണം ആ റിങ് ആറിനകത്ത് ആറ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ് അല്ലേ. നമ്മൾ റിങ് തന്നിക്കുന്ന റിങ് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്. റിംഗ് വിത്ത് യൂണിറ്റി മീൻസ് അതിനകത്തൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യും. ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ് ബി എന്നാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇവിടെ എഴുതിക്കുന്നത് ലെറ്റ് ബി ബി എ യൂണിറ്റ് ഓഫ് ആർ. അങ്ങനെയല്ല, നമ്മൾ ബീനെ ആറിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി പ്ലസ് എം എന്ന് പറയുന്നത് ദ കോഷ്യന്റ് റിംഗ് ആർ ബൈ എമ്മിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയിരിക്കും. നൗ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആർ ബൈ എമ്മിലെ ഏതൊരു നോട്ട് സീറോ എലമെൻറ്റ് എടുക്കുകയാണെങ്കിലും ആ നോട്ട് സീറോ എലമെൻറ്റിന് ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അങ്ങനെ ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എലമെൻറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണെന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ് എ പ്ലസ് എം ബി എ നോട്ട് സീറോ എലമെൻറ്റ് ഓഫ് ദ കോഷ്യന്റ് റിംഗ് ആർ ബൈ എം. ഈ ആർ ബൈ എമ്മിൽ നിന്ന് ഒരു നോട്ട് സീറോ എലമെൻറ്റ് എ പ്ലസ് എമ്മിന് എടുക്കുന്നു. നമുക്കറിയാം ആർ ബൈ എമ്മിൻ്റെ സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് സീറോ പ്ലസ് എം അല്ലേ. സീറോ പ്ലസ് എം ഈസ് ദ സീറോ എലമെൻറ്റ് ഓഫ് ദ കോഷ്യന്റ് റിംഗ് ആർ ബൈ എം. ആൻഡ് നമ്മൾ എടുത്തേക്കുന്ന എ ബൈ എം എന്ന് പറയുന്നത് ഒരു നോട്ട് സീറോ എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എ പ്ലസ് എം നോട്ട് ഈക്വൽ ടു സീറോ പ്ലസ് എം. ഓക്കെ, or we can write a plus m not equal to m. Okay, and we have a result a plus I equal to I if and only if a belongs to I. Okay, that is a plus I equal to I if and only if a belongs to I. ഇത് കീ പോയിൻറ്റ്സിൽ നമ്മൾ നോട്ട് ചെയ്ത പോയിൻ്റ് ആണ്. സോ ഹിയർ a plus m not equal to m. Okay, then by this result we can say that a does not belongs to m അല്ലേ. So we get a does not belongs to m. ആൻഡ് സിൻസ് സം ഓഫ് ടു ഐഡിയൽ ഈസ് എൻ എഗെയിൻ ഐഡിയൽ. നമുക്കറിയാം രണ്ട് ഐഡിയൽസിൻ്റെ സം എന്ന് പറയുന്നത് എഗെയിൻ അതൊരു ഐഡിയലാണ്. ആൻഡ് എം ഒരു ഐഡിയലാണ്. നമ്മൾ എടുത്തേക്കാൻ നമുക്ക് തന്നേക്കുന്ന ഒരു ഐഡിയലാണ് എം. ആൻഡ് എ ഡസ് നോട്ട് ബിലോങ്സ് ടു
ദ ഐഡിയൽ എം ആണ്. സോ ഞാൻ മറ്റൊരു ഐഡിയലിനെ കൺസിഡർ ചെയ്യാണ്. ദാറ്റ് ഐഡിയൽ ഈസ് ജനറേറ്റഡ് ബൈ എ. ഈ എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന മറ്റൊരു ഐഡിയൽ ഞാൻ എടുക്കുകയാണ്, ഐഡിയൽ എ. ഓക്കെ, സോ എം ഒരു ഐഡിയലാണ്, അതുപോലെ തന്നെ ഈ എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന മറ്റൊരു ഐഡിയലും എടുക്കുകയാണ്. അങ്ങനെയാണ് സിൻസ് സം ഓഫ് ടു ഐഡിയൽ ഈസ് എഗെയിൻ ഐഡിയൽ, ഈ രണ്ട് ഐഡിയൽസിൻ്റെ സം എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഐഡിയലായിരിക്കും. ദാറ്റ് ഈസ് എം പ്ലസ് ഐഡിയൽ എ ഈസ് ഓൾസോ ആൻ ഐഡിയൽ ഓഫ് ആർ. ആൻഡ് ക്ലിയർലി എം സബ്സെറ്റ് ഓഫ് ദ ഐഡിയൽ എ പ്ലസ് എം. എം എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ദ ഐഡിയൽ എ പ്ലസ് എം ആണ്. ബട്ട് വി നോ ദാറ്റ് അവർ എം ഈസ് എ മാക്സിമൽ ഐഡിയൽ. പക്ഷെ നമുക്കറിയുന്നത് നമ്മൾ ബൈ അവർ അസംഷൻ അവർ എം ഈസ് എ മാക്സിമൽ ഐഡിയൽ. ബട്ട് ഹിയർ വി ഗെറ്റ് എം ഈസ് എ സബ്സെറ്റ് ഓഫ് ദ ഐഡിയൽ എ പ്ലസ് എം. ആൻഡ് if a maximal ideal lie on any other ideal, then that parent ideal must become a ring R. അല്ലേ, ബൈ ദ ഡെഫിനിഷൻ ഓഫ് എ മാക്സിമൽ ഐഡിയൽ. അല്ലേ, നമ്മൾ മാക്സിമൽ ഐഡിയലിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞായിരുന്നു, ഒരു മാക്സിമൽ ഐഡിയലിനെ മറ്റൊരു ഐഡിയൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഐഡിയൽ എന്ന് പറയുന്നത്, ആ പാരൻ്റ് ഐഡിയൽ എന്ന് പറയുന്നത് ആ മാക്സിമൽ ഐഡിയൽ തന്നെയാവും, അല്ലെങ്കിൽ ആ ഐഡിയൽ എന്ന് പറയുന്നത്, ആ പാരൻ്റ് ഐഡിയൽ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് റിംഗ് ആയി മാറും. ഓക്കെ, ഇവിടെ നമ്മുടെ എം എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമൽ ഐഡിയലായിരുന്നു. ആ മാക്സിമൽ ഐഡിയലിനെ മറ്റൊരു ഐഡിയൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ ബൈ ദ ഡെഫിനിഷൻ ഓഫ് എ മാക്സിമം ഐഡിയൽ, ദിസ് പാരൻ്റ് ഐഡിയൽ ബിക്കം ദ കംപ്ലീറ്റ് റിംഗ് ആർ. സോ വി ഗെറ്റ് ദ ഐഡിയൽ എ പ്ലസ് എം ഈക്വൽ ടു ആർ. സോ നമ്മൾ ബീനെ സെലക്ട് ചെയ്തത് ആറിൽ നിന്നായിരുന്നു, അല്ലേ. ബിയിൽ നിന്നും ആറിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയിരുന്നു ബി എന്ന് പറയുന്നത്. സോ ആൻഡ് ഇപ്പം നമുക്കറിയാം ideal a plus m equal to r. So since b belongs to r implies b belongs to the ideal a plus m. And we can represent this b as b equal to ar plus m for some m belongs to m and ar belongs to the ideal a. അല്ലേ, അത് ഐഡിയൽ എൻ്റെ ഫോം എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എ ആർ വെർ ആർ ബിലോങ്സ് ടു ആർ. സോ and we can represent this b as b equal to ar plus m for some m belongs to m. Okay, now from this we get m equal to b minus ar. And നമുക്കറിയാം m belongs to capital M ആണ്. So b minus ar belongs to capital M. And we have the result, that is a plus I equal to b plus I if and only if a minus b belongs to I. That is a minus b belongs to I if and only if a plus I equal to b plus I. Here b minus ar belongs to m. Then from this result we get b plus m equal to ar plus m. Okay, അതായത് b minus ar എന്ന് പറയുന്നത് എമ്മിൽ ഉണ്ടെന്ന് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ബൈ യൂസിങ് ദ റിസൾട്ട് a minus b belongs to I implies if and only if a plus I equal to b plus I, we get b minus ar belongs to m implies b plus m equal to ar plus m, and which imply b plus m equal to, and this ar plus m can be written as a plus m into r plus m by the multiplication of cosets. Okay, now ഈ ബീനെ നമ്മൾ ചൂസ് ചെയ്തത് ആറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. സോ ബി പ്ലസ് എം ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഇൻ ദ കോഷ്യൻ റിംഗ് ആർ ബൈ എം. കോഷ്യൻ റിംഗ് ആർ ബൈ എമ്മിലുള്ള മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ് ബി പ്ലസ് എം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എ പ്ലസ് എമ്മിനോടൊപ്പം മറ്റൊരു എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ആർ ബൈ എമ്മിലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടി. ദാറ്റ് മീൻസ് എ പ്ലസ് എം ഈസ് എ non-zero element of the quotient ring R by M, and there exists a inverse R plus M for A plus M. അതായത് എലമെൻറ്റ് എ പ്ലസ് എമ്മിൻ്റെ ഇൻവേഴ്സ് ആണ് ആർ പ്ലസ് എം, അല്ലേ. നമ്മൾ ഡെഫിനിഷൻ ഓഫ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചതാണ്, അല്ലേ. അതായത് ഒരു എലമെൻറ്റിന് ഒരു യൂണിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ദർ എക്സിസ്റ്റ് അനദർ എലമെൻറ്റ് സച്ച് ദാറ്റ് ദർ പ്രൊഡക്റ്റ് വെൻ വി മൾട്ടിപ്ലൈ ദീസ് ടു നമ്പേഴ്സ് വി ഗെറ്റ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഓക്കെ, സോ എ പ്ലസ് എമ്മിനെ മറ്റൊരു എലമെൻറ്റുമായിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ആർ ബൈ എമ്മിലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടി. ദാറ്റ് മീൻസ് ദിസ് ആർ പ്ലസ് എം ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ പ്ലസ് എം. ഓക്കെ, അപ്പോൾ ഈ എ പ്ലസ് എമ്മിനെ നമ്മൾ ദ ക്വോഷ്യൻ റിംഗ് ആർ ബൈ എമ്മിൽ നിന്നും ആർബിട്രലി ചൂസ് ചെയ്തൊരു എലമെൻ്റ് ആയിരുന്നു. പക്ഷേ നമുക്ക് ഫൈനലി ആ എലമെൻറ്റിനെ എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു. സോ നമുക്ക് പറയാൻ പറ്റും
ക്വോഷ്യൻ്റ് റിംഗ് R/Mൽ ഏതൊരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിലും ആ എലമെൻറ്റിനൊക്കെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റുമെങ്കിൽ ആ എല്ലാ എലമെൻറ്റ്സും എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആണെന്ന് പറയാൻ പറ്റും. അതായത് R/Mലെ എല്ലാ നോൺ സീറോ എലമെൻറ്റ്സും യൂണിറ്റ്സ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഫീൽഡ് ആവാനുള്ള മൂന്നാമത്തെ കണ്ടീഷനും ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഇംപ്ലൈ ദ ക്വോഷ്യൻ്റ് റിംഗ് R/M ഈസ് എ ഫീൽഡ്. ഓക്കെ, ഇനി നമുക്ക് കോൺവേഴ്സ് പാർട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. കോൺവേഴ്സ്ലി ലെറ്റ് ദ ക്വോഷ്യൻ്റ് റിംഗ് R/M ഈസ് എ ഫീൽഡ്. ഒരു R/Mനെ നമ്മൾ ഫീൽഡായി എടുത്തു. അങ്ങനെയാണെങ്കിൽ തന്നെ അവർ ക്ലെയിം ഈസ് ടു പ്രൂവ് M ഈസ് എ മാക്സിമൽ ഐഡിയൽ ഓഫ് R. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ മാക്സിമൽ ഐഡിയലാണ് M എന്നാണ് പ്രൂവ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെറ്റ് I be any ideal of R such that M subset of I subset of R. ഓക്കെ, അപ്പോൾ M മാക്സിമൽ ഐഡിയലാണെന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. ആൻഡ് I suppose that there is just another ideal I of R such that M subset of I which is subset of R. ഈ ഐഡിയൽ എമ്മിനെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് മറ്റൊരു ഐഡിയൽ I എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ M മാക്സിമൽ ഐഡിയലാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി വി നീഡ് ടു പ്രൂവ് ദാറ്റ് ദിസ് ഐഡിയൽ I ഈക്വൽ ടു R. ഈ ഐഡിയൽ I ഈക്വൽ ടു R ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ടു പ്രൂവ് M ഈസ് എ മാക്സിമൽ ഐഡിയൽ ഓഫ് R വി നീഡ് ടു പ്രൂവ് ദാറ്റ് ദ ഐഡിയൽ I ഈക്വൽ ടു ദ കംപ്ലീറ്റ് റിംഗ് R. ഓക്കെ, സോ സിൻസ് M ഈസ് എ സബ്സെറ്റ് ഓഫ് I അല്ലേ, M സബ്സെറ്റ് ഓഫ് I, അങ്ങനെയാണ് നമ്മൾ ഐഡിയൽ Iനെ ചൂസ് ചെയ്തേക്കുന്നത്. സോ ദർ എക്സിസ്റ്റ് എൻ എലമെൻറ്റ് A ബിലോങ്സ് ടു I സച്ച് ദാറ്റ് A ഡസ് നോട്ട് ബിലോങ്സ് ടു M അല്ലേ. അപ്പോൾ M അതിൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട് അതിനകത്തൊരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യും, അറ്റ്ലീസ്റ്റ് ഒരു എലമെൻ്റ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യും. ആ എലമെൻറ്റ് എന്ന് പറയുന്നത് എമ്മിൽ ഉണ്ടാവില്ല. അങ്ങനെ ആ ഒരു എലമെൻറ്റിനായിട്ട് നമ്മളിവിടെ എനെ ചൂസ് ചെയ്യണം. ഓക്കെ, സോ we have A does not belongs to capital M and A does not belongs to capital M implies A plus M does not belongs to M. Why? Because we have a result A plus I equal to I if and only if A belongs to I. Here A does not belongs to M. That implies A plus M not equal to M. Okay, or A does not belongs to M implies A plus M not equal to 0 plus M. Okay, that means A plus M is a non-zero element of the quotient ring R/M. അല്ലേ, R/Mൻ്റെ സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത് 0 plus M ആണ്. ബട്ട് A plus M നോട്ട് ഈക്വൽ ടു 0 plus M. ദാറ്റ് മീൻസ് ദ A plus M ഈസ് എ non-zero element of the quotient ring R/M. ആൻഡ് ബൈ അവർ അസംഷൻ R/M ഈസ് ഫീൽഡ് അല്ലേ, നമ്മൾ R/M ഒരു ഫീൽഡായിട്ടാണ് നമ്മൾ സപ്പോസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫീൽഡിൻ്റെ പ്രത്യേകതയാണ് എന്താണ്, ഫീൽഡിനകത്തുള്ള ഏതൊരു നോൺ സീറോ എലമെൻറ്റ് എടുക്കുകയാണെങ്കിലും ആ നോൺ സീറോ എലമെൻറ്റിനൊക്കെ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും അല്ലേ. ആൻഡ് സിൻസ് ദ ക്വോഷ്യൻ്റ് റിംഗ് R/M ഈസ് എ ഫീൽഡ് ആൻഡ് എക്സ് പ്ലസ് ഓക്കെ R/M എന്ന് പറയുന്നൊരു ഫീൽഡാണ്. കൂടാതെ A പ്ലസ് M എന്ന് പറയുന്നത് R/Mലുള്ളൊരു എലമെൻറ്റാണ് അല്ലേ. R/M ഒരു ഫീൽഡാണ്, A പ്ലസ് M എന്ന് പറയുന്നത് ആ ഫീൽഡിലുള്ള ഒരു നോൺ സീറോ എലമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ബൈ ദ ഡെഫിനിഷൻ ഓഫ് എ ഫീൽഡ് ദർ എക്സിസ്റ്റ് എ ഇൻവേഴ്സ് ഫോർ ദാറ്റ് നോൺ സീറോ എലമെൻറ്റ് A പ്ലസ് M. A പ്ലസ് എമ്മിന് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് വി ലെറ്റ് ദാറ്റ് ഇൻവേഴ്സ് ബി എക്സ് പ്ലസ് എം. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻവേഴ്സായിട്ട് എക്സ് പ്ലസ് എമ്മിനെ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്, R/M ഒരു ഫീൽഡാണ്. ഫീൽഡായതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഏതൊരു നോൺ സീറോ എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് A പ്ലസ് എം എന്ന് പറയുന്നത് R/Mൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ A പ്ലസ് എമ്മിന് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ ഞാൻ എക്സ് പ്ലസ് എം എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യണം. ഓക്കെ, നൗ ലെറ്റ് B be any arbitrary element of R. അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ബീനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ സച്ച് B is the identity element of R. B എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ B എന്ന് പറയുന്ന ആറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർബിട്രറി എലമെൻറ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്യണം. നമ്മളൊരു ഐഡൻറ്റിറ്റി എലമെൻറ്റായി ചൂസ് ചെയ്യുന്നതാണ് ഒന്നും കൂടി നമുക്ക് എളുപ്പം. അതുകൊണ്ട് നമ്മളൊരു ബീനെ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റായിട്ട് നമ്മളിവിടെ ചൂസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് A പ്ലസ് എം ഇൻറ്റു എക്സ് പ്ലസ് എം? A പ്ലസ് എമ്മിൻ്റെ ഇൻവേഴ്സാണ് എക്സ് പ്ലസ് എം എന്ന് പറയുന്നത്.
ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ബി പ്ലസ് എം ആയിരിക്കും. കാരണം എന്താണ്, ബി പ്ലസ് എം എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നത് ആറിലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ്. അതുകൊണ്ട് ബി പ്ലസ് എം എന്ന് പറയുന്നത് ആർ ബൈ എമ്മിലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയിരിക്കും. ആൻഡ് എ പ്ലസ് എമ്മിൻ്റെ ഇൻവേഴ്സ് ആണ് എക്സ് പ്ലസ് എം. അതുകൊണ്ട് തന്നെ എ പ്ലസ് എം ഇൻറ്റു എക്സ് പ്ലസ് എം ഈക്വൽ ടു ബി പ്ലസ് എം. ഓക്കെ, സോ by the properties of coset, from this we get, this implies ax into ax plus me equal to b plus m. Okay, and this means ax minus b belongs to m. Okay, that is, since we are using the result a plus I equal to I if and only if a belongs to I. Okay, sorry, not that result. A plus I equal to b plus I if and only if a minus b belongs to I. Using that result we get x minus b belongs to m. And by our assumption m is a subset of I. അല്ലേ, എം എന്ന് പറയുന്നത് ഐൻ്റെ ഒരു സബ്സെറ്റ് ആണെന്നാണ് നമ്മൾ സപ്പോസ് ചെയ്തേക്കുന്നത്. സോ സിൻസ് എ എക്സ് മൈനസ് ബി ബിലോങ്സ് ടു എം, വി ഹാവ് എ എക്സ് മൈനസ് ബി ബിലോങ്സ് ടു ഐ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി 1. അത് നമ്മളൊരു 1 പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. ഓൾസോ വി ഹാവ് എ ബിലോങ്സ് ടു ഐ. അല്ലേ, എ എന്ന് പറയുന്നത് ഐയിലുള്ളൊരു എലമെൻ്റ് ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് എക്സ് ബിലോങ്സ് ടു ആർ. എക്സ് എന്ന് പറയുന്നത് ഒരു ആറിലുള്ള എലമെൻറ്റുമായിട്ടാണ് ചൂസ് ചെയ്തേക്കുന്നത്. ദെൻ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഐഡിയൽ, അങ്ങനെയാണെങ്കിൽ ഐഡിയലിൻ്റെ ഡെഫിനിഷൻ പ്രകാരം വി ഹാവ് എ എക്സ് ബിലോങ്സ് ടു ഐ. അല്ലേ, അപ്പോൾ ഐ എക്സിൻ്റെ ഒരു ഐഡിയലാണെന്ന് പറയണമെങ്കിൽ എയിൽ നിന്ന് ഏത് എലമെൻ്റ് എടുത്താലും, അതുപോലെ തന്നെ ആറിൽ നിന്ന് ഏതൊരു എലമെൻ്റ് എടുക്കുകയാണെങ്കിലും ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഐഡിയലിൽ വേണം. അല്ലേ, അങ്ങനെയാണെങ്കിലാണ് ഐനെ നമ്മൾ ആറിൻ്റെ ഒരു ഐഡിയലാണെന്ന് പറയാൻ പറ്റുള്ളൂ. ദാറ്റ് ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഐഡിയൽ വി ഹാവ് എ എക്സ് ബിലോങ്സ് ടു ഐ. ലെറ്റ് ഇറ്റ് ബി 2. അതിന് നമുക്ക് 2 എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഫ്രം 1 വി ഗെറ്റ് എ എക്സ് മൈനസ് ബി ബിലോങ്സ് ടു ഐ, ആൻഡ് ഫ്രം 2 വി ഗെറ്റ് എ എക്സ് ബിലോങ്സ് ടു ഐ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഐഡിയലിലുള്ള 2 എലമെൻറ്റ്സ് ആയി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടെണ്ണത്തിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നതും ഐയിലുണ്ടാവും. അല്ലേ, എ എക്സ് മൈനസ് ബിയും ഐയിലുണ്ട്, എ എക്സും ഐയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രണ്ടെണ്ണത്തിൻ്റെ ഡിഫറൻസും ഐയിലുണ്ടാവും. സോ എ എക്സ് മൈനസ് ബി ഓൾസോ ബിലോങ്സ് ടു ഐ. ആൻഡ് വെൻ വി subtract ax minus b from ax, we get ax and ax will get cancelled, then there is only b. That implies b belongs to I. Okay, അങ്ങനെയാണെങ്കിൽ നമ്മൾ ബീനെ ചൂസ് ചെയ്തത് ആറിൽ നിന്നായിരുന്നു. അല്ല, ആറിലെ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ടായിരുന്നു നമ്മൾ ബീനെ ചൂസ് ചെയ്തത്. ബട്ട് ഫൈനലി വി ഗെറ്റ് ബി ബിലോങ്സ് ടു ഐ. ഓക്കെ, ദാറ്റ് മീൻസ് ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് ഐ. അല്ലേ, ബി എയിൽ ആറിൽ നിന്ന് നമ്മൾ ആർബിട്രറി ഒരു എലമെൻറ്റ് എടുത്തതായിരുന്നു ബി. ആ എലമെൻറ്റ് ഐയിലുണ്ട് എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് ഐ. ആൻഡ് ഐ എന്ന് പറയുന്നത് ആറിൻ്റെ ഒരു ഐഡിയലാണ്. അല്ലേ, ദാറ്റ് ഈസ് ഐ ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ. So here we get R is a subset of I, and we know that I is a subset of R, and from these two we get I equal to R. And I equal to R means M is a maximal ideal of R. കാരണം നമ്മൾ എടുത്തേക്കുന്നത് ഐ എന്ന് പറയുന്ന ഒരു ഐഡിയൽ സൈസ് എം സബ്സെറ്റ് ഓഫ് ഐ സബ്സെറ്റ് ഓഫ് ആർ ആയിരുന്നു. ആൻഡ് വി ഗെറ്റ് ദിസ് ഐ ഈക്വൽ ടു ആർ. ദാറ്റ് മീൻസ് എം is the maximal ideal. Okay, thank you.